സുന്ദർബൻസ് എന്നൊരു സ്ഥലമുണ്ട്. വലിയ വിശാലമായ സ്ഥലമാണ്, കണ്ടൽ കാടുകളാണ്. അവിടെ എല്ലാവിധ ഈ മൃഗങ്ങളും ഉണ്ട്, ജീവജാലങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ ആവാസ വ്യവസ്ഥ കൂടിയാണ്. അത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ സുന്ദർബൻസ്. ഈ കണ്ടൽ കാടുകളെല്ലാം ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വലിയ സൗകര്യപ്രദമായ ഒരു സ്ഥലം ആണിത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ഈ കടുവകളാണ്. സുന്ദർബൻസ് കടുവകൾ ലോകപ്രശസ്തമാണ്. പക്ഷേ ഇവർ മനുഷ്യരെയൊക്കെ ഭയങ്കരമായി ആക്രമിക്കുന്നവരാണ്. ഈ തദ്ദേശവാസികൾ ധാരാളമുള്ള പ്രദേശം കൂടിയാണ് ഈ സുന്ദർബൻസ്. അപ്പോൾ തദ്ദേശവാസികൾ ഒരു പ്രതിരോധ തന്ത്രം അവിടെ സ്വീകരിച്ചിട്ടുണ്ട്, പ്രാദേശികമായി ഈ കടുവകളെക്കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് അവരുടെ തലയുടെ പുറകു വശത്ത് ഒരു മുഖംമൂടി വയ്ക്കും, മനുഷ്യൻ്റെ മുഖംമൂടി വെച്ചിട്ടാണ് അവർ നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കടുവകൾ മുഖം നോക്കി ആക്രമിക്കില്ല, മനുഷ്യനെ ആയാലും ഏത് ജീവജാലങ്ങളെയായാലും പുറകുവശത്തു കൂടിയാണ് അത് ആക്രമിക്കുന്നത്, മുൻവശത്തു നിന്ന് ആക്രമിക്കത്തില്ല. കാരണം അവരുടെ മുഖം കാണുന്നത് അതിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ഭയം കാണുമായിരിക്കാം. അതുകൊണ്ട് പിറകുവശത്തു കൂടി ആക്രമിക്കും. അതാണ് സാധാരണ കണ്ടുവരുന്നത്. ഇതിനെ മറികടക്കാനാണ് അവിടുത്തെ ഈ തദ്ദേശവാസികൾ തലയുടെ പുറകു ഭാഗത്ത് ഒരു മുഖം മൂടി വയ്ക്കും മനുഷ്യൻ്റെ. അപ്പോൾ പുറകുവശത്തു നിന്ന് കടുവ ആക്രമിക്കാൻ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖം അതിനെ നോക്കുന്നതായിട്ട് തോന്നും, അങ്ങനെ അത് വഴിമാറിപ്പോകും എന്നുള്ളതാണ് പൊതുവായ വിശ്വാസം. പക്ഷെ അത് 90% ശരിയുമാണ്. അത് ഒരു പ്രതിരോധ തന്ത്രമാണ് ഈ സുന്ദർബൻസിലെ തദ്ദേശവാസികളുടെ.